ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. സ്റ്റീംഡ് മോമോ, ഫ്രൈഡ് മോമോസ് ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ബോയിൽഡ് മോമോസ് ആരും കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ജോർജിയൻ ഡിഷാണ് കിൻകാലി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/4 കിലോ ബീഫ്, മിൻസ് ചെയ്ത് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഇതേപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിൻസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈവച്ച് തന്നെ നല്ലോണം ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. ടിബറ്റൻ നേപ്പാൾ ക്യൂസീനായ മൊമോസ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ? അത് സ്റ്റീമായിട്ടുണ്ട്, ഫ്രൈഡ് ആയിട്ടുണ്ട്, പല ഫ്ലേവേഴ്സിലുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ കിൻകാലി എന്ന് പറയുന്നത്. ജോർജിയയിൽ പോയിട്ട് എല്ലാവരും കഴിച്ച് കാണും ഈ കിൻകാലി എന്ന റെസിപ്പി. മോമോസ് തന്നെയാണ്, സിമിലറാണ്. പക്ഷേ എങ്കിൽ ഇതിൽ ചേർക്കുന്നത് അവരുടെ മിൻസ്ഡ് ബീഫാണ്. പിന്നെ അതാണ് മെയിനായിട്ട് അവർ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാർസ്ലിൻ്റെ ലീവ്സാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു ഡിഫറൻസും ടേസ്റ്റും ഡിഫറെൻ്റ് ഉണ്ടാവും. പിന്നെ ഇവർ ബോയിൽ ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാർസ്ലി ലീവ്സ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ പാർസ്ലി ലീവ്സ് ഒരു 10 തണ്ട് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇത് മിൻസ്ഡ് ആയിട്ട് കിട്ടണം. നല്ല ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇതിൽ അരിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കത്തി വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, നാട്ടിലേക്ക് പാർസ്ലി ലീവ്സ് അവൈലബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മളുടെ മല്ലിയല്ല, കൊറിയാൻഡർ ലീഫ് പോലെ തന്നെയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഗ്രീൻ ചില്ലി, പച്ചമുളക് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അമർത്തി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ബീഫിൻ്റെ ഉള്ളിലൊക്കെ ഈ മസാല കയറുന്ന രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റത്തോളം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ജ്യൂസി ആയിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ജ്യൂസി ആയിരിക്കണം. ഇത് തൊടുമ്പോൾ നല്ലൊരു അലിഞ്ഞു പോകുന്ന പോലത്തെ ആയിരിക്കണം ഇതിൻ്റെ കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കുഴച്ച് വന്ന് കുറച്ചും കൂടി കട്ടി പോലെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഇങ്ങനെ പശ പോലെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ കൂടി. എന്നിട്ട് കൂടുതലൊന്നും വെള്ളം ഒഴിക്കരുത്. അപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇത് കുഴച്ച് സോഫ്റ്റ് ഡോ ആക്കിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബാക്ക് ടു റെസിപ്പി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും നമ്മളുടെ മാവ്. ഇനി നമുക്കിത് പരത്താൻ നോക്കാം. അപ്പം ഞാനിവിടെ നീളത്തിലിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മാവ്. ഇനി അതിന് നമുക്ക് പകുതിയാക്കിയിട്ട് പകുതി മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പകുതി കൊണ്ട് ഒന്നും കൂടി റോൾ ചെയ്തിട്ട് ഇതേപോലെ ആക്കാം. എന്നിട്ട് നമുക്കിത് കത്തി വെച്ചിട്ട് ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബോൾ വേണ്ടത് നമുക്ക് പൂരിയുടെ ഒക്കെ സൈസുള്ള രീതിയിലാണ് ഈ ബോൾസ് വേണ്ടത്. അപ്പം ഈ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് വെക്കുക. അപ്പം ഞാനെല്ലാം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ പൂരിയുടെ ഒക്കെ സൈസിലുള്ള ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ബോൾസ്. ഓക്കെ, ഇനി ഇത് നമുക്ക് പരത്താൻ നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും അവിടെ എടുത്ത് വെക്കുക. ഓക്കെ, ഞാനിവിടെ നല്ല രീതിയിൽ പരത്തി എടുക്കുന്നുണ്ട്. വലിയ രീതിയിൽ അധികം തിന്നായിട്ട് പരത്താൻ പാടില്ല. ഇത് കുറച്ച് ഞാനിവിടെ ജോർജിൻ്റെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാധാരണ മോമോസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര തിന്നായിട്ടാണ് പരത്തേണ്ടത്. പക്ഷേ ഇതിൽ കുറച്ച് തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് അധികം തിന്നാക്കണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ മിൻസ് ചെയ്ത ബീഫിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സാരിയുടെ ഫ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ഇതേപോലെ പ്ലീറ്റ് ചെയ്തിട്ട് ഒരു മോമോൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഷേപ്പ് ഒന്നും നോക്കൊന്നും വേണ്ട, കാരണം നമുക്കിതൊന്നും ശീലമില്ലാത്ത പണിയാണ് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കലെന്നും അല്ലേ മോമോസൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മളുടെ കുസീനും അല്ല, അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. അപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഷേപ്പാക്കി നിങ്ങൾ എടുക്കുക. പക്ഷേങ്കിൽ സാധാരണ ഈ ജോർജിയൻ കിൻകാലിയൊക്കെ ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഒരു മോശമില്ലാത്ത രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബൗളിലേക്ക് നിറച്ചും വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മോമോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പം ഈ മോമോസൊക്കെ പൊന്തിട്ട് മേലെ ഇങ്ങനെ ഫ്ലൂട്ട് ചെയ്ത് വെക്കും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇത് പൊന്തി നിന്ന് കഴിഞ്ഞാൽ, ഇത് ഫ്ലോട്ട് ചെയ്ത് മേലെ വന്നു കഴിഞ്ഞാൽ ഇത് കുക്ക്ഡ് ആണെന്നാണ് അവർ പറയുക. അപ്പോൾ അത് അവരെടുത്തിട്ട് മാറ്റി വെക്കും. പക്ഷേങ്കിൽ എനിക്ക് ഉള്ളിലൊരു ഭയം, ഇത് കുക്കായിട്ടുണ്ടാവുമോ, കാരണം ഇത് ബീഫല്ലേ, കുക്കായിട്ടുണ്ടാവുമോ, പിന്നെ മൈദയൊക്കെ അല്ലേ, അത് നല്ലോണം കുക്കായിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പൊന്തി വന്നതിന് ശേഷം കൂടി 2-3 മിനിറ്റ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ, നല്ല തിള വന്നിട്ടുണ്ട്. അപ്പം ഒരു 2 മിനിറ്റ് മാത്രം നിങ്ങളൊന്ന് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച മോമോസും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അവർ ഈ മോമോസ് കഴിക്കുന്നത് ഒരു വേറെ മെത്തേഡാണ്, നല്ല രസമാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നതും കാണാൻ. നമ്മൾ ഈ സാധാരണ മോമോസ് കഴിക്കുന്ന പോലെയല്ല അവർ കഴിക്കാറ്. അവരെങ്ങനെ കഴിക്കുകയെന്ന് വെച്ചാൽ ഈ സ്റ്റീം ചെയ്ത വെള്ളം, ഈ ബീഫിൻ്റെ ഒക്കെ വെള്ളം ഈ മോമോൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, അപ്പം അതിങ്ങനെ കുറച്ച് വെള്ളമായിട്ട് അതിൽ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും മസാലയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള വെള്ളം ഈ മോമോസിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒരു ബൈറ്റ് കടിച്ചതിന് ശേഷം അവരത് സിപ്പ് ചെയ്തിട്ട് ആ വെള്ളം ആദ്യം കുടിക്കും. ആ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് സോസിൽ മുക്കിയിട്ട് അവർ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബോയിൽഡ് കിൻകാലി, ബോയിൽഡ് മോമോസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.